ഇന്നലത്തെ വിവരം വരുമ്പോൾ തിരുവനന്തപുരത്ത് 60% പിന്നിട്ടിരിക്കുകയാണ് പോളിംഗ്. 61.38% പേർ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജില്ലയിലാകെ വിവിധ മണ്ഡലങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വർക്കലയിൽ 57 മാത്രമേ ഉള്ളൂ. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ് 57% പിന്നിട്ടിട്ടേ ഉള്ളൂ. നെടുമങ്ങാട് 63, വാമനപുരം 63, കഴക്കൂട്ടം 64% പേർ വോട്ട് രേഖപ്പെടുത്തി. ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടം, ഞാൻ വോട്ട് ചെയ്തത് കഴക്കൂട്ടത്താണ്. വട്ടിയൂർക്കാവിൽ 63, തിരുവനന്തപുരത്ത് 60, നേമത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ളത്. 65.17% പേർ. അവിടെ ത്രികോണ മത്സരം, ശക്തമായ മത്സരം നടക്കുന്നിടത്ത് 65% പേർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയത് നേമത്ത് മാത്രമാണ്. അരുവിക്കര 63, പാറശാല 61, കാട്ടാക്കട 63, കോവളം 58, നെയ്യാറ്റിൻകര 60 എന്നിങ്ങനെയാണ് തിരുവനന്തപുരത്തെ ആകെ സാഹചര്യം. മറ്റിടങ്ങളിലേത് വെച്ച് നോക്കിയാൽ 61% മാത്രമേ എത്തുന്നുള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. ഇടുക്കിയിലേക്ക് പോയാൽ ഇടുക്കിയിൽ 62.35% പേർ വോട്ട് രേഖപ്പെടുത്തി. ദേവികുളത്ത് 63% പേർ, ഉടുമ്പൻചോലയിൽ 63, തൊടുപുഴ 61, ഇടുക്കി 60, പീരുമേട് 62 എന്നിങ്ങനെയാണ് സാഹചര്യം. എന്തായാലും 60% പിന്നിട്ടിരിക്കുന്നു സംസ്ഥാനത്ത് പല ജില്ലകളിലും വോട്ടിംഗ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. വി അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, തിരുവനന്തപുരത്ത് അല്പം മന്ദഗതിയിലേക്കായിരിക്കുന്നു ഇപ്പോൾ എന്ന് തോന്നുന്നു. 61.38 3:30 വരെയുള്ള സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നേമത്തും കഴക്കൂട്ടത്തുമാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ. രേണുക പറഞ്ഞത് തന്നെയാണ് കണക്ക്. അല്പസമയം മുമ്പ് ജില്ലാ PRD എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കാണ് രേണുക ഇപ്പോൾ വായിച്ചത്. അതുതന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു സ്ഥിതി വ്യക്തമാക്കുന്ന കണക്കും. ഏതായാലും അതിശക്തമായ പോരാട്ടം, ത്രികോണ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങൾ, അത് കഴക്കൂട്ടവും അതുപോലെ തന്നെ വട്ടിയൂർക്കാവും നേമവും, അവിടെ അതിശക്തമായ പോളിംഗ് തന്നെയാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വട്ടിയൂർക്കാവിലാണ് 63.45%, കഴക്കൂട്ടത്ത് കഴക്കൂട്ടം 64.83%. അരുവിക്കരയിലും നല്ല പോളിംഗ് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. 63. തീർച്ചയായിട്ടും നേമത്ത് 60.17% നിയമമാണ് ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുതന്നെയാണ്. നേമത്ത് 3 മുന്നണികളും ഒരുപോലെ പ്രചരണ രംഗത്ത് സജീവമായ മണ്ഡലമാണ്. കഴക്കൂട്ടവും ഒട്ടും പിന്നിലല്ല. കഴക്കൂട്ടത്തും 64.83, 65% അടുക്കുന്ന പോളിംഗ് കഴക്കൂട്ടത്തും ഉണ്ട്. അരുവിക്കരയാണ് ഈ ഗ്രാമീണ മേഖലയിലെ മണ്ഡലങ്ങളിൽ രാവിലെ മുതൽ മുന്നിൽ നിന്ന ഒരു മണ്ഡലം. അവിടെ 63.49, അതായത് 63% എത്തുന്നു. അവിടെ ഒരുപക്ഷെ 70 അടുത്തൊക്കെ വരാം. ഏതായാലും കോവളത്ത് 58.47 മാത്രമാണ് ഉള്ളത്. വർക്കലയിലും രാവിലെ മുതൽ കുറവാണ്. അവിടെ 57.48, ആറ്റിങ്ങലിലും 60 താഴെ നിൽക്കുന്നു. ചിറയൻകീഴും ഒക്കെ 60 താഴെ നിൽക്കുന്നു. നെടുമങ്ങാട് പക്ഷേ 64% അടുക്കുന്നു പോളിംഗ്. ഏതായാലും അതിശക്തമായ പോളിംഗ് ഉണ്ടാകും. 70% മുകളിലേക്ക് സംസ്ഥാനത്തെ ഈ പോളിംഗ്, തലസ്ഥാനത്തെ പോളിംഗ് ശതമാനം മാറിയാലും അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ ഇനി മുതൽ ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം മണ്ഡലത്തിലെ മൺവിള സ്കൂളിലാണ്. ഇവിടെ കാര്യമായ തിരക്ക് ഇവിടെ ഇപ്പോൾ ഇല്ല. ഒരുപക്ഷെ വരും മണിക്കൂറിൽ ഇവിടെയും തിരക്കുണ്ടായേക്കാം. കാരണം കഴക്കൂട്ടം നല്ല പോളിംഗ് നടക്കുന്ന 3 മുന്നണികളും അതിശക്തമായി മത്സരിക്കുന്ന മണ്ഡലം. ഇവിടെ തന്നെ പ്രധാനമായും ഇടതുമുന്നണിയും BJPയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമായി കൂടി ഇത് മാറുകയാണ്. അവിടെ ആ രീതിയിലുള്ള പ്രചരണം BJPയുടെയും ഇടതുമുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും വോട്ടിംഗ് ശതമാനം ഉയർന്നേക്കാം. കാലാവസ്ഥയൊക്കെ ഇനിയിപ്പോൾ അനുകൂലമാകും. ചൂട് കുറയുന്ന സമയമാണ്. ഇനിയുള്ള 3:45 ഇനിയുള്ള 2.25 മണിക്കൂർ ഒരുപക്ഷെ അതിശക്തമായ പോളിംഗ് ഈ എല്ലാ ബൂത്തുകളിലും രേഖപ്പെടുത്താനുണ്ട്. പ്രത്യേകിച്ചും ഈ CPM BJP ഏറ്റുമുട്ടൽ നേരിട്ട് നടക്കുന്ന നേമത്തും അതുപോലെ തന്നെ കഴക്കൂട്ടത്തുമൊക്കെ. വട്ടിയൂർക്കാവിലും 3 മുന്നണികളും ഒരുപോലെ ഏറ്റുമുട്ടുന്ന സ്ഥലമാണ്. ഇവിടെ 3 പേർക്ക് ഇപ്പോഴും വിജയസാധ്യതയുള്ള, വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഗ്രാമീണ മേഖലയിലേക്ക് പോകുമ്പോൾ നെയ്യാറ്റിൻകരയും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. കോവളത്ത് കാര്യമായ ഒരു ആൾക്കൂട്ടം രാവിലെ മുതൽ പല ബൂത്തുകളിലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ ഇപ്പോഴും 60 കടന്നിട്ടില്ല. 57.47 മാത്രമാണ് അവിടുത്തെ പോളിംഗ് ശതമാനം. പാറശാലയിൽ പക്ഷേ 60 കടന്ന് മുന്നോട്ട് പോകുന്നു. അവിടെ ഇടതുമുന്നണിയും UDFുമായി നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇതാണ് നഗരത്തിലെ ജില്ലയിലെ പൊതുവിലുള്ള ഒരു സാഹചര്യം. തീർച്ചയായും അരുൺ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താനായി എത്തും. തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ഏതാണ്ട് 65% അത് എത്തുന്നു. നേമത്ത് ഇപ്പോൾ തന്നെ 65% പിന്നിട്ടിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറിൽ കൂടുതൽ പേർ എത്തും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം നേരത്തെ ഡാൻ കുര്യൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സ്ത്രീ വോട്ടർമാർ കൂടുതലായി ഈ സമയത്ത് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്.
സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഇത്തവണ കൂടുതലാണ്. അതനുസരിച്ച് കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി 2.25 മണിക്കൂർ മാത്രം അവശേഷിക്കുമ്പോൾ കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താനായി എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന മണിക്കൂറുകൾ കൂടിയാണ്. അതേസമയം പലയിടങ്ങളിൽ നിന്നും കള്ളവോട്ട് ആരോപണം ഉൾപ്പെടെ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം പരാതികളൊക്കെ ഉയരുന്നു. മിക്ക ജില്ലകളിലും 60% പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് വോട്ടിംഗ്. ഇടുക്കിയിൽ അത് 62.35% ഉയർന്നിരിക്കുന്നു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. എറണാകുളത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നത് വളരെ കൗതുകത്തോടു കൂടി തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. എറണാകുളത്ത് അത് 2020 സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്ന കുന്നത്തുനാട്ടിലും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലും ആണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിനോടകം എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കുന്നത്തുനാടിൽ 70% പിന്നിട്ടിരിക്കുകയാണ്. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇടമാണ്. അവിടെയാണ് 70% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ ഉയർന്ന നിലയിലുള്ള പോളിംഗിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യം സംശയമില്ലാത്തതാണ്. കാരണം ഇനിയും 2 മണിക്കൂറിലധികം കിടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോളിംഗ് ശതമാനം കൂടുതലായി ഉയരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതേ സമാനമായ സാഹചര്യം തന്നെയാണ് തൃപ്പൂണിത്തുറയിലുള്ളത്. അവിടെ 69.32% പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70% അവിടെയും കാര്യങ്ങൾ എത്തുകയാണ്. ഈ 2 മണ്ഡലങ്ങളും ത്രികോണ മത്സരം നടക്കുന്ന എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളാണ്. 2020 സ്ഥാനാർത്ഥികൾ അണിനിരക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അവിടെ എന്ത് അത്ഭുതം നടക്കാൻ പോകുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്ത് രാവിലെ പോളിംഗ് തുടങ്ങിയ സമയം മുതൽ തന്നെ അതിശക്തമായി വോട്ട് രേഖപ്പെടുത്താനായി കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആദ്യ മണിക്കൂറുകൾ തന്നെ പോളിംഗ് ശതമാനം ശക്തമായി ഉയർന്നത് നമ്മൾ കണ്ടതാണ്. അത് ഉച്ചയോടുകൂടിയാണ് ഒന്ന് മന്ദീഭവിച്ചത്. ഇനി അല്പസമയത്തിനകം തന്നെ കൂടുതൽ പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ VV അരുണിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ്. അരുവിക്കരയിലെ പ്രശ്നബാധിത ബൂത്തുകളിലും പോളിംഗ് പുരോഗമിക്കുന്നത് ഇപ്പോൾ തടസ്സങ്ങളില്ലാതെ സമാധാനപരമായിട്ടാണ്. പോലീസിനൊപ്പം കേന്ദ്രസേന അംഗങ്ങൾ ബൂത്തുകൾക്ക് ഇവിടെ സുരക്ഷയൊരുക്കുന്നുണ്ട്. രാവിലെ മുതൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സംസ്ഥാനത്ത് ആവേശകരമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ ഭാഗമായുള്ള കാച്ചാണിയിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. കാച്ചാണി ഗവൺമെൻറ് ഹൈസ്കൂളാണിത്. ഈ നട്ടുച്ച സമയത്തും സ്ത്രീകളടക്കമുള്ളവരുടെ നിര വോട്ട് ചെയ്യാനായി ഇവിടെയുണ്ട്. രാവിലെയും വലിയ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകളാണ് കൂടുതലായി വോട്ട് രേഖപ്പെടുത്താനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണയായി രാവിലെയും വൈകുന്നേരവുമാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ തിരക്ക് അനുഭവപ്പെടാറുള്ളത്. എന്നാൽ ഉച്ച സമയത്തും ഇപ്പോൾ തിരക്കുണ്ട് എന്നതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. വോട്ട് രേഖപ്പെടുത്തി ആണോ? അത് ഇങ്ങനെ കാണിക്കും. ഇവിടെ തന്നെയാണോ? ശരി. അപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കുട്ടികളുമൊക്കെയായി വന്ന് വളരെ സന്തോഷത്തോടെ തിരികെ മടങ്ങുകയാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന് ശേഷം. പ്രത്യേകത, ഈ ബൂത്തിൽ സ്ത്രീകളാണ് കൂടുതലായി വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നത് എന്നത് തന്നെയാണ്. രാവിലെ മുതൽ അത് തന്നെയാണ് കാഴ്ച. സമാനമായ തരത്തിൽ മറ്റ് പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്കുണ്ടായിരുന്നു രാവിലെ മുതൽ. ഉച്ചയായപ്പോഴാണ് നേരിയൊരു ശമനം ഉണ്ടായതെന്നാണ് പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കുന്നത്. ഇവിടെ ഈ സ്കൂളിൽ തന്നെ 4 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രോസസ്സിൽ ഒരു ഡിലേ, മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രോസസ് ഡിലേ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവെ ഉയർന്നു കേട്ട ഒരു പരാതി. അത് സംബന്ധിച്ച് അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളൊക്കെ, ഉചിതമായ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതായത് ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ വിധി എഴുതാനുള്ള സമയം പൂർത്തിയാകുകയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പുമായാണ് സ്ത്രീകളടക്കം പോളിംഗ് ബൂത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യൻ്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഡാൻ കുര്യൻ, ഈ അരുവിക്കരയിലെ പ്രശ്നബാധിത ബൂത്തുകളിലും മറ്റും ആണ് ഉള്ളത്. അവിടെ പോളിംഗ് സമാധാനപരമായി പുരോഗമിക്കുന്നു എന്നതാണ് ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇതുവരെയുള്ള കാര്യമെടുത്താൽ സംസ്ഥാനത്ത് സമാധാനപരമായി തന്നെയാണ് എല്ലായിടങ്ങളിലും പോളിംഗ് പുരോഗമിക്കുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പലയിടങ്ങളിൽ നിന്നും കള്ളവോട്ട് ആരോപണം ഉയരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടങ്ങളിൽ ടെൻഡർ വോട്ട് നടത്തി
ആ ആളുകൾ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കള്ളവോട്ട് ആരോപണം പലയിടങ്ങളിൽ നിന്നും ഉയരുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. SIR-ന് ശേഷം കൂടുതൽ ശുദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരമാണ് ഇത്തവണ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. പല മണ്ഡലങ്ങളിലും 30,000 40,000 ഒക്കെ വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. മുൻ തവണത്തെ അപേക്ഷിച്ച് നോക്കിയാൽ അത് തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ 30,000-ലധികം വോട്ട് കുറഞ്ഞ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. ഇതൊക്കെ എങ്ങനെ ഈ വോട്ടെടുപ്പിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ റിസൾട്ടിനെ സ്വാധീനിക്കുന്നു എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലായിടത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്താകെ 60% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ നിന്നുള്ള ഒരു വാർത്ത. വയനാട് താമരയ്ക്ക് വോട്ട് നൽകണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ച പോളിംഗ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ പരാതി ഉണ്ടായിട്ടുണ്ട്. മാനന്തവാടി നിയോജക മണ്ഡലം ചെറുകാട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലെ 199 നമ്പർ ബൂത്തിലെ ബാലറ്റ് തേർഡ് പോളിംഗ് ഓഫീസർക്കെതിരെയാണ് ഈ പരാതി ഉയർന്നത്. പ്രതിഷേധമുയർന്നതോടെ റിട്ടേണിംഗ് ഓഫീസർ തൽസ്ഥാനത്ത് നിന്ന് ഉദ്യോഗസ്ഥയെ മാറ്റി എന്ന വിവരമാണ് വരുന്നത്. കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് ഇപ്പോൾ G ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് LP സ്കൂളിലെ കാഴ്ചകൾ? കൂടുതൽ വോട്ടർമാർ എത്തുന്നുണ്ടോ? ഉച്ചയ്ക്ക് ശേഷമുള്ള ആലസ്യം മാറി കൂടുതൽ വോട്ടർമാർ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണോ? കോട്ടയം ജില്ലയിൽ പലയിടത്തും പലതാണ് സാഹചര്യം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ചിലയിടത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ കാഞ്ഞിരപ്പള്ളിയിൽ വലിയ തിരക്ക് ഈരാറ്റുപേട്ടയിൽ മുസ്ലിം LP സ്കൂളിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലാണുള്ളത്. ഇവിടെയും സമാനമായ രീതിയിൽ അത്രത്തോളം ആളുകൾ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ ബൂത്ത് ഉള്ളത്. ഇത് മാത്രമല്ല, ഇതിനപ്പുറത്തും ബൂത്തുകളുണ്ട്. എന്തായാലും ഏതാണ്ട് ഈ സമയമാകുമ്പോഴും ആളുകളുടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത്. ജില്ലയിൽ ഏതാണ്ട് ഭേദപ്പെട്ട പോളിംഗിലേക്ക് പോകുന്നു. ഇനി അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാകും കണക്ക് എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടത്. കോട്ടയത്തെ സംബന്ധിച്ച് SIR ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികളിൽ വോട്ടർമാരുടെ എണ്ണം കാര്യമായി കുറഞ്ഞിരുന്നു. അത് സംസ്ഥാനത്ത് പലയിടത്തെ പോലെ കുറഞ്ഞിരുന്നു. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വിദേശത്തേക്ക് ആളുകൾ പോകുന്നവരുടെ എണ്ണം വല്ലാതെ കൂടി നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിലുള്ള വോട്ടർമാർ പലരും വിദേശത്തേക്ക് ചേക്കേറിയ സാഹചര്യമൊക്കെ ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും ലിസ്റ്റിലുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ എണ്ണം ഈ പോളിംഗിൽ അത് കുറയാൻ പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും നിലവിൽ പലയിടത്തും നല്ല തിരക്ക് തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്മീഷന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. സംസ്ഥാനത്ത് വോട്ടിംഗ് 60% പിന്നിട്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് 65% എത്തിയിട്ടുണ്ട് എന്നതാണ് വിവരം. ഇനിയും ഏതാണ്ട് 2 മണിക്കൂറോളം പിന്നിടേണ്ടതുണ്ട് പോളിംഗ്. അപ്പോഴേക്ക് പോളിംഗ് ശതമാനം ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ മുന്നണികളും ഈ ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകും എന്ന വലിയ ആത്മവിശ്വാസത്തിൽ തുടരുകയാണ്. എന്തായാലും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കൂടുതലായി എത്തുന്ന മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത്. എല്ലായിടങ്ങളിൽ നിന്നും വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഒപ്പം ചേരും.